أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മൾ സൂറത്തുൽ ഫലഖാണ് ഓതിയത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അല്ലേ, അൽ മസ്അലത്തു സാലിസയാണ്, മൂന്നാമത്തെ മസ്അല. അന്നഹു തആല, അല്ലാഹു തആല ഖാല ഫി മിസ്ബാഹിൽ ഖിറാഅത്തി, ഖിറാഅത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹ് പറഞ്ഞു ഫസ്തഇദ് ബില്ലാ, നീ അള്ളാഹിനോട് കാവൽ തേടുക. വഖാല ഹാഉന, ഇവിടെ പറഞ്ഞത് അഊദു ബി റബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് അങ്ങനെ പറയാനാണ് ഇവിടെ പറഞ്ഞത്. ഇനി വഫി മൗളിൻ ആഖറ, മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. സൂറത്തുൽ മുഅ്മിനൂൻ 69-ാമത്തെ ആയത്തിൽ നീ പറയണം, എൻ്റെ റബ്ബേ അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ എന്നാണ് പറയുക. വജാഅ ഫിൽ അഹാദീസി, ഹദീസിൽ വന്നിട്ടുണ്ട് അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്നാ വന്നേക്കുന്നത്. അള്ളാഹുവിൻ്റെ പൂർണ്ണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ വന്നിട്ടുണ്ട്. വലാശക്ക, സംശയമില്ല, അന്ന അഫ്ളൽ അസ്മാ ഇല്ലാഹി, അള്ളാഹിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹുവല്ലാഹു, അള്ളാഹു എന്നതാണ്. വഅമ്മ റബ്ബു, അപ്പോൾ റബ്ബ് എന്നുള്ളത് ഫൈന്നഹു ഖദ് യുത്ലഖു അലാ ഗൈരിഹി, അള്ളാഹ് അല്ലാത്തവർക്കും അത് മൊഴിയാറുണ്ട്. അള്ളാഹ് അല്ലാത്തവർക്കും റബ്ബ് എന്ന് പറയപ്പെടാറുണ്ട്. അത് കാലത്താൽ അള്ളാഹ് പറഞ്ഞില്ലേ, ആ അർബാബ് മുത്തഫരിഖൂൻ, യൂസുഫ് സൂറത്തിൽ പറഞ്ഞില്ലേ, ആ അർബാബ് മുത്തഫരിഖൂൻ എന്ന് അവിടെ അർബാബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫമസ് സബബു, അപ്പോൾ എന്താണ് കാരണം, ഫി അന്നഹു തആല ഇൻദൽ അംരി ബി തഅവുദി, ഫമസ് സബബു ഫി അന്നഹു തആല ഇൻദൽ അംരി ബി തഅവുദി ലം യഖുൽ, തഅവുദ് കൊണ്ട് കൽപ്പിച്ച സമയത്ത് അല്ലാഹു തആല പറഞ്ഞില്ല അഊദു ബില്ലാഹി എന്ന് പറഞ്ഞില്ല, അഊദു ബി റബ്ബിൽ ഫലഖ് എന്നല്ലേ പറഞ്ഞത് അല്ലേ, ബൽ ഖാല ബി റബ്ബിൽ ഫലഖ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി വജാബു അൻഹു ബിമിൻ വുജൂഹിൻ, അവർ അതിന് പല മാർഗത്തിലൂടെയും മറുപടി നൽകിയിട്ടുണ്ട്. അഹദുഹ, അതിൽ ഒന്നാമത്തെ മറുപടി അന്നഹു ഫി ഖൗലിഹി, അള്ളാഹുവിൻ്റെ കൗലിലുണ്ട് ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാ, സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്ത്, നീ ഖുർആൻ ഓതിയാൽ ഫസ്തഇദ് ബില്ലാ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. വഇന്നമാ അംറുഹു ബിൽ ഇസ്തിആദത്തി ഹുനാക, അത് ഇന്നമാ അംറുഹു ബിൽ ഇസ്തിആദത്തി, ഇന്നമാ അമറഹു ബിൽ ഇസ്തിആദത്തി, അള്ളാഹു തആല ഹുനാക അവിടെ സൂറത്തുൻ നഹ്ലിൽ സഹായം തേടാൻ കൽപ്പിച്ചത് ലി അജ്ലി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ അമറുഹു ബിൽ ഇസ്തിആദത്തി ഹാഉന, അള്ളാഹു ഇവിടെ സഹായം ഇസ്തിആദത്ത് കാവൽ ചോദിക്കാൻ കൽപ്പിച്ചത് ഈ സൂറത്തിൽ ലി അജ്ലി ഹിഫ്ളിൻ നഫ്സി വൽ ബദനി അനി സിഹരി, സിഹറിനെ തൊട്ട് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാവൽ ചോദിക്കാൻ പറഞ്ഞത്. വൽ മുഹിമ്മു അൽ അവ്വലു അഅ്ളമു, വൽ മുഹിമ്മുൽ അവ്വലു അഅ്ളമു, വൽ മുഹിമ്മു അല്ലെങ്കിൽ മുഖ്യമായത് അൽ അവ്വലു, അതാണ് ആദ്യത്തേത്, അഅ്ളമു അതാണ് വണ്ണമായത്. അപ്പോൾ ഫലാ ജർമ ദാലിക ഹുനാക്കൽ ഇസ്മുൽ ആലം, അപ്പോൾ അവിടെ ഇസ്മുൽ ആലമു എന്തില്ല, ഉപയോഗിക്കൽ എന്തില്ല, കുറ്റമില്ല. അപ്പോൾ അതാണ് അവിടെ വലിയ മുഖ്യമായ കാര്യമാണത്, അതുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചതെന്ന്, അങ്ങനൊരു മറുപടി. വസാനിഹ, രണ്ടാമത്തെ മറുപടി അന്ന ശൈത്വാന, ശൈത്താൻ യുബാലിഗു, അവൻ അമിതം പ്രവർത്തിക്കും, ഹാല മൻഇക മിനൽ ഇബാദത്തി, നീ ഇബാദത്ത് തടയുന്ന സമയത്ത്, നീ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ശൈത്താൻ നിന്നിൽ അമിതം പ്രവർത്തിക്കും. അശദ്ധായിട്ട് അവൻ മുബാലകത്ത് കാണിക്കും, മുബാലകത്തം ഫി ഈസാലിൽ ലുജി ഇലാ ബദനിക വ റൂഹിക, നിൻ്റെ റൂഹിലേക്കും നിൻ്റെ ആത്മാവിലേക്കും നിൻ്റെ ശരീരത്തിലേക്കും പ്രയാസത്തെ എത്തിക്കുന്നതിൽ അങ്ങേയറ്റം അവൻ
അമിതം കാണിക്കും നീ ഇബാദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഫലാജറമാ ദുഃഖിറാൽ ഇസ്മു ഫലാജറമ കുറ്റയില്ല ദുഃഖിറാൽ ഇസ്മുൽ ആലമിനെ ഹുനാക്ക അവിടെ ദൂന ഹാവുന ഇവിടെ കൂടാതെ. അപ്പോൾ ഇവിടെ കൂടാതെ അവിടെ ഇസ്മുൽ ആലം പറയൽ എന്തില്ല അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സാലിസുഹ മൂന്നാമത്തത് അന്ന ഇസ്മർ റബ്ബ് എന്ന പേര് യുഷീറു ഇല തർബിയത്തി അത് പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഫക അന്നഹു ജാല അപ്പോൾ തർബിയത്തല്ലാഹി അപ്പോൾ അള്ളാഹുവിൻ്റെ തർബിയത്തിനെ അള്ളാഹ് ആക്കിയിട്ടുണ്ട്. ഫീമാ തഖദ്ദമ മുന്തിയതിൽ വസീലത്തൻ അതൊരു മാധ്യമമാക്കില തർബിയത്തിഹി ലഹൂഫി സമാനിൽ ആത്തി വരും കാലഘട്ടത്തിൽ അവനെ തർബിയത്താക്കുന്നതിലേക്കുള്ള വസീലയാക്കി. ഔക്കാനൽ അബുദു യഖൂൽ അല്ലെങ്കിൽ അടിമ പറയുന്നത് പോലെ അത്തർബിയത്തു അൽ ഇഹ്സാൻ ഇർഫത്തുക്ക തർബിയത്തും അതുപോലെ തന്നെ ഗുണം ചെയ്യലും നിൻ്റെ ഇർഫത്താണ്. ഫലാ തുഹ്മിൽ നീ അതുകൊണ്ട് നീ എന്നെ മുടക്കാക്കരുത്. വലാ തുഖയ്യിബ് റജായി എൻ്റെ പ്രതീക്ഷയെ നീ എന്താക്കരുത് നഷ്ടത്തിലാക്കരുത് എന്ന് പറഞ്ഞതുപോലെയുണ്ട്. റാബിവ നാലാമത്തെ മറുപടി അന്നബി തർബിയത്ത് കൊണ്ട് സാറ അള്ളാഹി ഷാരി ആയിട്ടുണ്ട്. ഫിൽ ഇഹ്സാൻ ചെയ്യുന്നവനായി. ഷുറൂ മുൽസിമൻ ഷുറൂ എന്നുള്ളത് മുൽസിമാണ്, അതിനെ തുടർന്ന് വരുന്നതാണ്. അപ്പോൾ തർബിയത്ത് കൊണ്ട് തുടർന്ന് വരുന്നതാണ് ഇഹ്സാൻ എന്നുള്ളത്. ഖാമിസു അഞ്ചാമത്തത് അന്ന ഹാദി സൂറത്ത് ഈ സൂറത്ത് ആഖിറു സൂറിൽ ഖുർആൻ്റെ അന്ത്യമായ സൂറത്തല്ലേ. ഫദക്കറ അപ്പോൾ അള്ളാഹ് പറഞ്ഞു ലഫ്ള റബ്ബ് എന്ന ലഫ്ളിനെ പറഞ്ഞത് തംബീഹൻ അത് ഉണർത്താൻ വേണ്ടിയാണ്. അലാ അന്നഹു സുബ്ഹാനഹു അള്ളാഹു ലാ തൻഖത്തി അൻക നിന്നെ തൊട്ട് അള്ളാഹ് നിന്നെ തൊട്ട് മുറിയുകയില്ല. അള്ളാഹു നിന്നെ തൊട്ട് മുറിയില്ല. അവൻ്റെ തർബിയത്തുഹു വ ഇഹ്സാനു അള്ളാഹ് ഗുണം ചെയ്യലും അവൻ്റെ തർബിയത്തും നിന്നെ തൊട്ട് മുറിഞ്ഞു പോകൂല. ഫൈൻ ഖീല ഇനി ചോദിക്കപ്പെട്ടാൽ ഇന്നഹു ഖത്തമൽ ഖുർആന അലാ ഇസ്മിൽ ഇലാഹി ഹൈസു ഖാല മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് അടുത്ത സൂറത്തിൽ പറയണല്ലോ. ഖുർആനിൻ്റെ അവസാനം അള്ളാഹ് ഇലാഹ് എന്ന ഇസ്മു കൊണ്ടാണ് അവസാനിപ്പിച്ചത് എന്ന് ചോദിക്കപ്പെട്ട ഖുൽന നാം പറയും ഫിഹി ലത്തീഫത്തൻ അതിലൊരു ലത്തീഫായ ഒരു കാര്യമുണ്ട്. എന്താ വഹിയത് കൗനുഹു താല അള്ളാഹു താല ഖാല പറഞ്ഞു ഖുൽ അഊദു ബിമൻ ഹുവ റബ്ബി ഖുൽനി പറയൂ അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു ബിമൻ ഒരുത്തനോട് ഹുവ റബ്ബി അവനെൻ്റെ റബ്ബാണ്. വലാക്കിന്നഹു എങ്കിലും അവൻ ഇലാഹുൻ ഖാഹിറുൻ അവൻ അടക്കി ഭരിക്കുന്ന ആരാധ്യനുമാണ്. ലി വസ്വസത്തിൽ ഖന്നാസായ ശൈത്താനിനെ അടക്കി നിർത്തുന്നവനുമാണ്. ഫഹുവ അപ്പോൾ ഫഹുവ കൽ അബിൽ മുഷ്ഫിഖി അപ്പോൾ അവൻ ഒരു വാത്സല്യമുള്ള പിതാവിനെ പോലെയാണ്. അല്ലദീ യഖൂലു പറയും ഇർജിഅ ഇന്ദ മുഹിമ്മാത്തിക നീ മുഖ്യമായ കാര്യങ്ങളിൽ നീ മടങ്ങിക്കോ ഇല അബീക്കൽ മുഷ്ഫിഖി നിൻ്റെ വാത്സല്യമുള്ള പിതാവിലേക്ക് അലൈക്ക നിൻ്റെ മേൽ വാത്സല്യമുള്ള പിതാവിലേക്ക് നിൻ്റെ മുഖ്യമായ കാര്യങ്ങളിലും നീ മടങ്ങിക്കോ. അല്ലദീ ഹുവ അവൻ ഹുവ ക സൈഫിൽ ഖാത്തി മുറിക്കുന്ന അല്ലെങ്കിൽ മൂർച്ചയുള്ള വാളിനെ പോലെയാണ്. വന്നാറിൽ മുഹ്രിഖ ചുട്ടുകരിക്കുന്ന തീ പോലെയാണ്. ലിയാദായിക്ക നിൻ്റെ ശത്രുക്കളെയൊക്കെ. അപ്പോൾ ഫയക്കൂനു ഹാദാമിൻ ആലമി അൻവായിൽ വാദിബിൽ ഇഹ്സാനി വ തർബിയ ഫയക്കൂനു അപ്പോൾ ഇതാകും മിൻ ആലമി അൻവായിൽ വാദി കരാറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും വണ്ണമാതിപ്പെട്ടതാകും. ബിൽ ഇഹ്സാൻ കൊണ്ട് വ തർബിയത്ത് കൊണ്ടും ഗുണം ചെയ്യൽ കൊണ്ടുമുള്ള വാഗ്ദാനത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും വലിയതാകും. വസാദിസുഹ ആറാമത്തേത് ക അന്നൽ ഹഖ ഖാലലി മുഹമ്മദിൻ അള്ളാഹു താല മുഹമ്മദ് നബിയോട് പറഞ്ഞു ഖൽബുകലി നിൻ്റെ ഖൽബ് എനിക്കാണ്. അല്ലാണ്ട് ഫലാ തുദ്ഖിൽ ഫീഹി ഹുബ്ബ ഗൈരി മറ്റുള്ളവരോടുള്ള സ്നേഹം നീ അതിൽ പ്രവേശിപ്പിക്കരുത്. വലിസാനുകലി നിൻ്റെ നാവും എനിക്കുള്ളതാണ്. ഫലാ തദ്കുർ ബിഹി അഹദാൻ ഗൈരി ഞാനല്ലാത്ത മറ്റൊരാളെയും നീ അതുകൊണ്ട് പറയരുത്. വ ബദനുകലി നിൻ്റെ
നിൻ്റെ ശരീരം എനിക്കുള്ളതാണ്. ഫലാ തശ്ഗൽഹു ബി ഖിദ്മത്തി ഗൈരി, മറ്റൊരാളുടെ സേവനത്തിന് വേണ്ടി നീ അതിനെ ജോലിയാക്കരുത്. വൈനറത്ത ഷൈഅൻ, നീ വല്ലതും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ തത്ലുബുഹു ഇല്ലാ മിന്നി, എന്നിൽ നിന്നല്ലാതെ നീ അതിനെ തേടരുത്. വൈനറത്തൽ ഇൽമ, നീ അറിവാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഫക്കുൽ, നീ പറഞ്ഞു റബ്ബി സിദിനി ഇൽമാ, റബ്ബി എൻ്റെ റബ്ബേ സിദിനി, എനിക്ക് നീ വർദ്ധിപ്പിക്കണം, ഇൽമൻ അറിവ് വർദ്ധിപ്പിക്കണം എന്ന് നീ പറഞ്ഞു. ത്വാഹാ സൂറത്തിൽ ഖുർആനിൽ പറയുന്നില്ലേ. വൈനറത്ത ദുനിയ, നീ ദുനിയാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്അലുല്ലാഹ, നീ അള്ളാഹിനോട് ചോദിച്ചോ, മിൻ ഫദ്ലിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിച്ചോ. വൈൻ ഖിഫ്ത വററൻ, നീ ബുദ്ധിമുട്ടിനെയാണ് പേടിക്കണമെങ്കിലോ ഫഖുൽ, നീ പറഞ്ഞോ അഊദു ബി റബ്ബിൽ ഫലഖ് എന്നും പറഞ്ഞോ. ഫൈന്നി, അപ്പോൾ ഞാൻ അനല്ലദീ വസഫ്തു നഫ്സി ബി അന്നി ഖാലിഖുൽ ഇസ്ബാഹ്, കാരണം ഞാൻ എൻ്റെ നഫ്സിനെ പറ്റി തന്നെ ഞാൻ വിശേഷണം പറഞ്ഞു. ബി അന്നി, ഞാൻ ഖാലിഖുൽ ഇസ്ബാഹാണ്, ഇസ്ബാഹ് പ്രഭാതത്തെ സൃഷ്ടിച്ചവനാണ്. വൈന്നി ഫാലിഖുൽ ഹബ്ബി വന്നവ, ഞാൻ ധാന്യങ്ങളെ മുളപ്പിക്കുന്നവനാണ്, പുറപ്പെടുവിപ്പിക്കുന്നവനാണ്. വമാ ഫഅൽതു ഹാദിൽ അഷിയ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ല ഇല്ലാലി അജലിക്ക, നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ചെയ്യുന്നില്ല. ഫൈദാ കുന്തു അഫലു കുല്ല ഹാദിൽ ഉമൂരി ലി അജലിക്ക, ഫൈദാ കുന്തു ഞാനായാൽ അഫലു ഞാൻ പ്രവർത്തിക്കുന്നവനായ കുല്ല ഹാദിൽ ഉമൂരിൽ ഈ കാര്യങ്ങൾ മുഴുവനും ലി അജലിക്ക നിൻ്റെ കാര്യത്തിന് വേണ്ടി, നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതായാൽ അഫല അസൂനുക അനിൽ ആഫാത്തി വൽ മഹാഫാത്തി, ആപത്തുകളിൽ നിന്നും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞതുപോലെയാണ്, അള്ളാഹു മുഹമ്മദ് നബിയോട് പറഞ്ഞ പോലെയാണ്. അൽ മസ്അലത്തു റാബിഅ, മൂന്നാമത്തെ മസല കഴിഞ്ഞ് നാലാമത്തെ മസല. അൽ മസ്അലത്തു റാബിഅ, ഇനി നാലാമത്തെ മസല എന്താ? ദക്റു ഫിൽ ഫലഖി, ഇനി ഫലഖ്, ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞാൽ ആ ഫലഖിൽ അവർ പറഞ്ഞിട്ടുണ്ട് വുജൂഹൻ, പല വജ്ഹുകളും പറഞ്ഞിട്ടുണ്ട്, പല ന്യായങ്ങളും. അഹദുഹ, അതിൽ ഒന്നാമത്തെ അന്നഹു സുബുഹു, അത് സുബ്ഹ് എന്നാണ് അതിൻ്റെ അർത്ഥം, പ്രഭാതം എന്നാണ് അർത്ഥം. വഹുവ ഖൗലുൽ അക്സരീന, അതാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായ വാക്ക്. ഖാല സജ്ജാജ് പറഞ്ഞില്ലേ, അന്നൽ ലൈല, രാത്രി യുഫ്ലഖു അൻഹു സുബ്ഹു, അതിനെ തൊട്ട് സുബ്ഹിയെ വേർതിരിക്കപ്പെടും. വയുഫ്രഖു ഫഅലം ബിമാന മഫ്ഊൽ, മഫ്ഊലിൻ്റെ മാനക്കാണ്. യുഖാലു ഹുവ അബിയനു മിനൽ ഫലഖി സുബ്ഹി വമിൻ ഫറഖി സുബ്ഹി വ തഖ്സീസുഹു ഫി തഅബ്ബുദി ലി വുജൂഹി. അപ്പോൾ എന്താ പറഞ്ഞത്? വ തഖ്സീസുഹു ഫി തഅബ്ബുദി, തഅബ്ബുദിൽ ഞാൻ പ്രത്യേകമാക്കിയത് ലി വുജൂഹിൻ, തഅബ്ബുദ് പറഞ്ഞപ്പോൾ സുബ്ഹിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറയാൻ കാരണം ലി വുജൂഹിൻ, അത് പല കാര്യമുണ്ട്. ഒന്നാമത്തേത് അനൽ ഖാദിറ അല ഇസാലത്തി ഹാദി ലുലുമാത്തി ശരീരത്തി അൻ കുല്ലി ഹാദൽ ആലമി, ഈ ലോകത്തെ തൊട്ട് ശക്തിയായ ഇരുട്ട് നീക്കാൻ കഴിയുന്ന ആൾ, യഖ്ദിറു ആയുധൻ, അവന് വീണ്ടും കഴിയും, അൻ യദ്ഫാനിൽ ആയിദി, കാവൽ ചോദിയാളെ തൊട്ട് തടയാൻ, കാവൽ ചോദിക്കുന്നവനെ തൊട്ട് തടയാൻ കഴിയും, കുല്ലമാ യഖാഫുഹു വ യഖ്ഷാഹു, അവൻ പേടിക്കുന്ന മുഴുവൻ കാര്യവും തടയാൻ കഴിയും. അസാനി, രണ്ടാമത് അന്ന തുലുഅ സുബ്ഹി, പ്രഭാതത്തിൻ്റെ ഉദയം, കൽ മിസാലിൽ മജീൽ ഫറജി, അത് ഫറജ് വരുന്നതിനുള്ള ഉദാഹരണം പോലെയാണ്. ഫറജ് എന്ന് വെച്ചാൽ സന്തോഷം വരാ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാറൽ വരുന്നതിനുള്ള ഉപമ പോലെയാണ്. അപ്പോൾ ഫകമ അന്നൽ ഇൻസാന ഫിൽ ലൈലി, മനുഷ്യൻ രാത്രിയിൽ യക്കൂന് മുൻതദിറൻ, പ്രതീക്ഷിക്കും അവൻ, തൊലൂയി സബായി, പ്രഭാതത്തിൻ്റെ ഉദയത്തെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് പോലെ, കദാലിക് അപ്രകാരം, അൽ ഖായിഫു യക്കൂനു, പേടിക്കുന്ന ആൾ പ്രതീക്ഷിക്കും, മുത്തറഖിബൻ ലി തുലൂഇ സബായി നജാഹി, വിജയത്തിൻ്റെ പ്രഭാതം ഉദിക്കാൻ അവൻ പ്രതീക്ഷിക്കും.
അസാലിസ് മൂന്നാമത്തേത് അന്ന സുബ്ഹ് എന്നുള്ള കൽ ബുഷ്ര സന്തോഷ വാർത്ത പോലെയാണ് പ്രഭാതം. ഫൈനൽ ഇൻസാന ഫിൽ വലാമി ഇരുട്ടിൽ മനുഷ്യൻ യക്കൂനു കലഹ്മിൻ അലാ വളമിൻ്റെ മേലുള്ള ലഹ്മ് പോലെയാകും. ഫൈദാ ലഹറ സുബ്ഹു പ്രഭാതം വെളിവാകണി ഫക്കാനോ സാഹ അപ്പോൾ അവൻ ബിൽ അമാന് കൊണ്ടും വ ബഷറ ബിൽ ഫറജി സന്തോഷം കൊണ്ടും അവൻ സന്തോഷ വാർത്ത അറിയിക്കും. സാഹ അവൻ അട്ടഹസിക്കും ബിൽ അമാന് കൊണ്ടും നിർഭയത്വം കൊണ്ടും അവൻ സന്തോഷിക്കുകയും ബഷറ ബിൽ ഫറജ് കൊണ്ട് അവൻ സന്തോഷിക്കുകയും. ഫറജ് എന്ന് പറഞ്ഞാൽ തുറസ് കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് അല്ലേ. ഫലിഹാദ സബബ് അപ്പോൾ ഈ കാരണത്തിന് വേണ്ടി യജിദു കുല്ലു മരീദിൻ എല്ലാ രോഗിയും വ മഹ്മൂമിൻ എല്ലാ മഹ്മൂമും എല്ലാ ദുഃഖമുള്ള ആളും എല്ലാ രോഗികളും ഹിഫത്തൻ അവർക്കൊരു ഹിഫത്ത് എത്തിക്കും. ഫി വക്തി സഹരി സഹറിൻ്റെ സമയത്ത് പ്രഭാതത്തിൻ്റെ സമയത്ത് ആ സമയത്ത് അവർക്കൊരു എന്ത് കിട്ടും, ഒരു എളുപ്പം ഉണ്ടാവാറുണ്ട് എല്ലാ രോഗികൾക്കും എല്ലാ ദുഃഖിക്കുന്ന ആളുകൾക്കും. ഫല ഹഖു സുബ്ഹാനഹു അപ്പോൾ അല്ലാഹു തആല യഖൂലു പറയുന്നു ഖുൽ അഊദു ബിറബ്ബിൻ ഖുൽ അഊദു നബി അങ്ങ് പറയുക അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു ബിറബ്ബിൻ ഒരു റബ്ബിനോട് യുതി അവൻ നൽകും ഇൻആമ ഫലഖ് സുബ്ഹി സുബഹിയുടെ ഫലഖിൻ്റെ ഇൻആമിന് ഖബ്ല സുആലി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരുന്ന അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഇപ്പം കൈഫ ബാദ സുആലി അപ്പോൾ ചോദിച്ചതിന് ശേഷം എങ്ങനെയാണ്? ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സുബഹി പൊട്ടി വരുന്നതിൻ്റെ സുപ്രഭാതം ഉദിക്കുന്നതിൻ്റെ അനുഗ്രഹത്തെ നൽകുന്ന റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നീ പറയുക. അള്ളാഹ് പറയണം അങ്ങനെ പറയാം. അറാബിഉ നാലാമത്തേത് കാലബാലും ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്ന യൂസുഫ് അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാം ലമ്മ ഉൽഖിയ ഫിൽ ജുബ്ബി അദ്ദേഹത്തെ ആ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടല്ലോ സഹോദരന്മാർ. ആ സമയത്ത് വുജിഅത്ത് റുക്കുബത്തുഹു അദ്ദേഹത്തിൻ്റെ റുക്കുബത്ത് വേദനിച്ചു. വജ്അൻ ശക്തിയായി വേദനിച്ചു എന്ന റുക്കുബത്തുഹു അദ്ദേഹത്തിൻ്റെ പിരടി അത് വേദനിച്ചു. ഫബാത്ത ലൈലത്തഹു സാഹിറൻ അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാതെയാണ് കഴിച്ചു കൂട്ടിയത്. ഫലമ കർബ തുലൂസുബി അങ്ങനെ പ്രഭാതം വെളിവാകാൻ അടുത്തപ്പോൾ നസല ജിബിരി അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നസല ജിബിരിൽ അലൈഹിസ്സലാം ഇറങ്ങി ബീദിനിൽ അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി ഇറങ്ങി വന്നിട്ട് യുസല്ലി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. വയമുറുഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു ബിഅൻ യദ്ഉവ റബ്ബഹു റബ്ബിനോട് ദുആ ചെയ്യാൻ. ഫഖാല അപ്പോൾ യൂസുഫ് നബി പറഞ്ഞെന്താ യാ ജിബ്രീൽ ഉദു അൻത അങ്ങ് ദുആ ചെയ്യുക വഉമ്മിനു അന ഞാൻ ആമീൻ പറയാം. ഫദാ ജിബ്രീൽ അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. വഅമ്മന യൂസുഫ് അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. ഫകശഫല്ലാഹു മാ കാന ബിഹി മിനൽ ളുജി അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിലുള്ള പ്രയാസത്തെ നീക്കിക്കളഞ്ഞു. ഫലമാ ത്വാബ വഖ്തു യൂസുഫ് അങ്ങനെ ഫലമാ ത്വാബ വഖ്തു യൂസുഫ ഖാല ജിബ്രീൽ വാന അദു ഐദൻ വ തുഅമ്മിനു അൻത അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിന് സമയം നല്ലതായപ്പോൾ ഖാല ജിബ്രീലിന് പറഞ്ഞു വാന അദു ഐദൻ ഞാൻ വീണ്ടും ദുആ ചെയ്യാം വ തുഅമ്മിനു അൻത അങ്ങ് ആമീൻ പറയണം. ഫസാല യൂസുഫ് അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു റബ്ബിനോട് അൻ യക്ഷിഫ ളുർറാൻ ജമീ അഹ്ലിൽ ബലാഇ ഫീ ദാലിക്കൽ വഖ്തി ഈ സമയത്ത് ബലാ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെ തൊട്ടും പ്രയാസത്തെ നീ നീക്കിക്കളയാൻ എന്ത് ചെയ്തു യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു. അപ്പോൾ ഫലാജറമ മാമിൻ മരീദ് ഫലാജറമ നിസ്സംശയം മാമി ഒരു രോഗിയും ഇല്ലാ വയജിദു നൗഅ ഖിഫത്തിൻ ഫി ആഖിരിൽ ലൈലി
രാത്രിയുടെ അവസാനത്തിൽ അയാൾക്ക് നേർമയുടെ ഇനം എത്തിച്ചിട്ടല്ലാതെ, അയാൾക്കൊരു എളുപ്പം കിട്ടിയിട്ടല്ലാതെ ഇല്ല. അതുകൊണ്ടാണ്, ഈ ദുആയുടെ കാരണം കൊണ്ടാണ്. വറുവിയ റിവായത്തിൽപ്പെട്ടു അന്ന ദുആഹു ഫിൽ ജുബ്ബിൽ വെച്ചുകൊണ്ടുള്ള, ആ പൊട്ടക്കിണറ്റിൽ വെച്ചുകൊണ്ടുള്ള യൂസുഫ് നബിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? യാ ഉദ്ദത്തി ഫി ഷിദ്ദത്തി വയാ മുഅ്നിസി ഫി വഹ്ശതി വയാ റാഹിമ ഗുർബത്തി വയാ കാശിഫ കുർബത്തി വയാ മുജീബ ദഅവത്തി വയാ ഇലാഹി വ ഇലാഹ ആബായി ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യഖൂബ ഇർഹം സിഗറ സിന്നി വളഅഫ റുക്നി വഖില്ലത ഹീലതി യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ ആയിരുന്നു. അൽ ഖാമിസു, അഞ്ചാമത്തേത്, ലഅല്ല തഖ്സീസ സുബ്ഹി ബി ദിക്രി, പറഞ്ഞപ്പോൾ സുബഹിയെ പ്രത്യേകമാക്കി, ഫി ഹാദൽ മൗദി, ഈ സ്ഥലത്ത്. കാരണം ലി അന്നഹു വഖ്തു ദുആഇൻ, അത് ദുആഇൻ്റെ സമയമാണ്. അപ്പോൾ പ്രഭാതത്തെ പറഞ്ഞത്, അത് പ്രഭാതം എന്നുള്ളത് ദുആഇൻ്റെ സമയമാണ്. അൽ മുൽത്തരീന, പ്രയാസപ്പെടുന്നവരുടെ ദുആഇൻ്റെ സമയമാണ്. വൈജാബത്തിൽ മൽഹൂഫീന, മൽഹൂഫീങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെയും സമയമാണ്. ഫകാന്നഹു യഖൂൽ, അപ്പോൾ അല്ലാഹ് പറയുന്നത് പോലെയുണ്ട്, ഖുൽ അഊദു ബി റബ്ബിൽ വഖ്തി അല്ലദീ യുഫരിജു ഫീ അൻ കുല്ലി മഹ്മൂം, എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരുടെ തൊട്ടും അവരുടെ പ്രയാസം മാറ്റിക്കൊടുക്കുന്ന സമയത്തിൻ്റെ റബ്ബിനോട് നീ കാവൽ ചോദിക്കുക എന്ന ഈ അർത്ഥം. അസാദിസു, ആറാമത്തത്, യുഹ്തമലു, സാധ്യതയുണ്ട്, അന്നഹു ഹസ്സ സുബ്ഹാ ബി ദിക്രി, പറഞ്ഞപ്പോൾ സുബ്ഹിയെ പ്രത്യേകമാക്കിയത്, ലി അന്നഹു ഉന്മൂദജൻ മിൻ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഉന്മൂദജാണത്, സുബ്ഹിയാണ്, പ്രഭാതമാണ്. കാരണം ലി അന്നൽ ഖൽഖ കൽ അംവാത്തി, സൃഷ്ടികളൊക്കെ അംവാത്ത് പോലെയാണ്. വദ്ദുവറ കൽ കുബൂരി, കെട്ടിടങ്ങളെല്ലാം ഖബറുകളെ പോലെയാണ്. സുമ്മ മിൻഹും മൻ യഖ്റുജു മിൻ ദാരിഹി മുഫ്ലിസൻ ഉരിയാന, സുമ്മ മിൻഹും, പിന്നെ അവരിലുണ്ട്, മൻ ഒരുത്തൻ, യഖ്റുജു മിൻ ദാരി, അവൻ്റെ വീട്ടിൽ നാം പുറപ്പെടും, മുഫ്ലിസൻ, അവനൊന്നും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട്, ഉരിയാനൻ, നഗ്നനായിട്ട്, ലാ യുൽതഫതു ഇലൈഹി, അവനിലേക്ക് തിരിഞ്ഞു നോക്കപ്പെടില്ല. വമിൻഹും മൻ കാന മദിയൂനൻ, അവരിൽ നിന്ന് മദിയൂനായിട്ട് പുറപ്പെടും. ഫയജുറു ഇലാൽ ഹബ്സി, അങ്ങനെ അവനെ കടക്കാരനായിട്ട്, അപ്പോൾ അവനെന്ത് ചെയ്യും? ഹബ്സിലേക്ക് അവന് വലിക്കപ്പെടും, ബന്ധനത്തിലേക്ക്. വമിൻഹും മൻ കാന മലിക്കൻ മുത്വാൻ, മലിക്കായിട്ട് അവരിലുണ്ടാകും, മുത്താൻ, വഴിപ്പെടുന്ന മലിക്കായിട്ട്. ഫതുഖദ്ദമു ഇലൈഹിൽ മറാക്കിബു, അപ്പോൾ അവനിലേക്ക് മുന്തിക്കപ്പെടും വാഹനങ്ങൾ. വയഖൂമുന്നാസു ബൈന യദൈഹി, ജനങ്ങൾക്കിടയിൽ, അവൻ്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കും. കദാഫി യൗമിൽ ഖിയാമത്തി, പ്രകാരം അന്ത്യനാളിൽ ബാലുഹു മുഫ്ലിസൻ, ചിലർ മുഫ്ലിസായിരിക്കും. അനി സവാബിനെ തൊട്ട്, ആരിനൻ ലിബാസിൻ, വസ്ത്രത്തൊട്ട് നഗ്നനായിരിക്കും. അത്തഖ്വ യുജറു ഇലൽ മലിക്കിൽ ജബ്ബാർ, യുജറു ഇലൽ മലിക്കിൽ ജബ്ബാർ. ആരിനൻ ലിബാസി തഖ്വ, തഖ്വയുടെ വസ്ത്രം തൊട്ട് അവൻ നഗ്നനാണ്. യുജറു, അവനെ വലിക്കപ്പെടും, ഇലാ മലിക്കിൽ ജബ്ബാർ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. അവൻ അബദ കാന മുത്തിയൻ ലി റബ്ബിഹി ഫി ദുനിയ ഫസാറ മലിക്കൻ മുത്താൻ ഫിൽ ഉഖ്ബ. അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടുന്നവനായ അടിമയാണെങ്കിൽ, ദുനിയാവിൽ വെച്ചുകൊണ്ട് വഴിപ്പെടുന്നവനാണെങ്കിൽ, ഫസാറ മലിക്കൻ മുത്താൻ, അപ്പോൾ അവൻ ആരാകും? ഫിൽ ഉഖ്ബ യുഖദ്ദമു ഇലൈഹിൽ ബുറാഖ്, അന്ത്യദിനത്തിൽ വഴിപ്പെടുന്ന രാജാവാകും അവൻ. അപ്പോൾ അവനിലേക്ക് ബുറാഖിന് മുന്തിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുബഹിയുടെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അസ്സാബിയു, ഏഴാമത്തേത്, യുഹ്തമലു, സാധ്യതയുണ്ട്, അന്നഹു തആല ഹസ്സ സുബ്ഹ, അള്ളാഹു സുബഹിയെ പ്രത്യേകമാക്കിയത്, ബി ദിക്രി, പറഞ്ഞുകൊണ്ട് പ്രത്യേകമാക്കിയത്, ലി അന്നഹു വഖ്തു സ്വലാത്തിൽ ജാമിഅ ലി അഹ്വാലിൽ ഖിയാമ,
ഖിയാമത്തിൻ്റെ ഭയാനതകളെ ഒരുമിച്ച് കൂട്ടുന്ന നിസ്കാരത്തിൻ്റെ സമയമായതിനു വേണ്ടിയിട്ടാണ്. ഫൽ ഖിയാമു ഫി സ്വലാത്തി. അപ്പോൾ ഫൽ ഖിയാമു ലി ഫി സ്വലാ, നിസ്കാരത്തിലുള്ള ഖിയാമ എന്നുള്ളത് യുദക്കിറുൽ ഖിയാമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നൃത്തത്തെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കമാക്കാൽ അള്ളാഹു പറഞ്ഞല്ലോ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സൂറത്തുൽ മുത്തഫിഫീനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ലോകരുടെ രക്ഷിതാവിന് വേണ്ടി ജനങ്ങൾ നിൽക്കുന്ന ദിവസം. വൽ ഖിറാഅത്തു ഫി സ്വലാത്തി തുദക്കിറു ഫി ഖിറാഅത്തിൽ കുത്തുബിയാണ്. അപ്പോൾ നിസ്കാരത്തിലെ ഓത്ത് അത് കിതാബ് പാരായണം ചെയ്യുന്നതിന് ഓർമ്മിപ്പിക്കും, നന്മതിന്മകളുടെ കിതാബ് വായിക്കുന്നതിന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വറുക്കൂ ഫി സ്വലാത്തി, നിസ്കാരത്തിലുള്ള റുക്കു ആണെങ്കിലോ യുദക്കിറു ഫിൽ മിനൽ ഖിയാമത്തി, അത് ഖിയാമത്തിൽ നിന്നും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൗലഹു, അള്ളാഹിൻ്റെ കൗലുണ്ട്, ലാക്കിസു റൂസി, അവർ തല താഴ്ത്തി നിൽക്കുമെന്ന് പറയുന്നില്ലേ, അതിനെ ഓർമ്മിപ്പിക്കും. വസുജൂദ് ഫി സ്വലാത്തി, നിസ്കാരത്തിലെ സുജൂദ് യുദക്കിറു കൗലഹു, അള്ളാഹിൻ്റെ കൗലിനെ ഓർമ്മിപ്പിക്കും. വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതിഊൻ, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെടും, അവർക്കതിന് കഴിയൂല. ഇനി വൽ ഖുഊദു, നിസ്കാരത്തിലെ ഇരുത്തം യുദക്കിറു, അത് ഓർമ്മിപ്പിക്കും അള്ളാഹിൻ്റെ കൗല്. വ തറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമൂഹത്തെയും ജാസിയത്തായിട്ട് നീ കാണും, അത് നിസ്കാരത്തെ ഇരുത്തത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫകാനൽ അബ്ദു, അപ്പോൾ അടിമയായതുപോലെ യഖൂല് പറയുന്നത് പോലെയുണ്ട്, ഇലാഹി, എൻ്റെ രക്ഷിതാവേ, കമാ ഖല്ലസ്നി മിൻ ളുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് എന്നെ നീ സംരക്ഷിച്ചതുപോലെ, ഫഖല്ലിസ്നി, എന്നെ രക്ഷപ്പെടുത്തണം, മിൻ ഹാദിൽ അഹ്വാൽ, ഈ ഭയാനതകളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതുപോലെയുണ്ടെന്ന്. വൈന്നമാ ഖുസ്സ വഖ്തു സലാത്തി സുബ്ഹി, സുബയുടെ സമയത്ത് പ്രത്യേകമാക്കപ്പെട്ടത് ലിയ അന്നലഹ മസീദ ഷറഫിൻ, അതിന് വലിയ സ്ഥാനമുണ്ട് അല്ലേ. അലാമാക്കാൽ അള്ളാഹു പറഞ്ഞ പ്രകാരം, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, ഐ തഹ്ലുറുഹ മലായികത്തുൽ ലൈലി വന്നഹാരിന, ഫജ്ർ സമയത്തുള്ള ഖുർആൻ അതിന് സാക്ഷിയുണ്ട്, അതായത് പ്രഭാത സമയത്തുള്ള ഓത്ത്, അതായത് ഐ തഹ്ലുറുഹ, നിസ്കാരം എന്നായിരിക്കും, ഐ തഹ്ലു, അതിന് ഹാജരാകും, മലായികത്തുൽ ലൈലി വന്നഹാരി, പകലിലെയും രാത്രിയിലെയും മലക്കുകൾ അതിന് ഹാജരാകുന്നുണ്ട്. അപ്പോൾ സുബൈ നിസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. സുബൈ നിസ്കാരത്തിന് അത് മശൂദൻ, അത് സാക്ഷി നിൽക്കപ്പെടുന്നു വെച്ചാൽ അതിന് മലക്കുകളും, രാത്രിയിലെ മലക്കും ഉണ്ടാകും, പകലിലെ മലക്കും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട് ആ സമയത്ത്. അസാമിനു, എട്ടാമത്തെ കാര്യം, അന്നഹു വഖ്തുൽ ഇസ്തിഗ്ഫാരി വ തളർറുഇ, അത് പൊറുക്കൽ തേടുന്നതിൻ്റെയും താഴ്മ കാണിക്കുന്നതിൻ്റെയും സമയമാണ്. അലമാക്കാല അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ബൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അസ്ഹാറിൽ അവർ പൊറുക്കൽ തേടുന്നവരാണ്, അതായത് അസ്ഹാറിൻ്റെ സമയത്ത്, പ്രഭാതത്തോട് അടുത്ത സമയത്ത് അവർ പൊറുക്കൽ തേടുന്നവരാണ്. അൽ ഖൗലു സാനി ഫിൽ, ഇപ്പോൾ ഫലക്കിൻ്റെ മറ്റൊരു കൗലെന്താ, ഫലക്കിലെ മറ്റൊരു കൗല്, അന്നോത് ഇബാറത്തൻ കുല്ലിമായി യഫ്ലിഖുഹുല്ലാഹു കൽ അർളി നബാത്തി, അള്ളാഹ് പൊട്ടിപ്പിളർത്തുന്ന മുഴുവത്തിനെയും തൊട്ട് പറയപ്പെടുന്നതാണ്. കൽ അർളി, ഭൂമി പോലെ, ഭൂമി, കൽ അർളി അനി നബാത്തി, സസ്യങ്ങളെ തൊട്ടുള്ള ഭൂമി പോലെ. കാരണം ഇന്നല്ലാ ഫാലിക്കുൽ ഹബ്ബി വന്നവ എന്നല്ലേ പറഞ്ഞത്, ഇന്നല്ലാ ഫാലിക്കുൽ ഹബ്ബി വന്നവ, അള്ളാഹു എന്താണ്, ധാന്യങ്ങളെ പൊട്ടിപ്പിളർത്തുന്നവനാണ്. വൽ ജിബാലി അനിൽ ഒയൂനി, അപ്പോൾ തന്നെ ജിബാല് പോലെ, അനിൽ ഒയൂനി, നദികളെ തൊട്ട്, വൈന്നമിനൽ അഹ്ജാരി ലമാ യതഫജ്ജറു മിനുൽ അൻഹാർ, വൈന്നമിനൽ അഹ്ജാരി, കല്ലുകളിൽപ്പെട്ടതാണ് ലമ യതഫജ്ജറു മിനുൽ അൻഹാർ, അതിൽ നിന്നെന്ത് ചെയ്യുന്നു, വെള്ളമൊലിക്കുന്നത്. വസ്സഹാബി, സഹാബുണ്ട്, അനിൽ അംതാർ, മഴയെ തൊട്ടുള്ള മേഘം. വൽ അർഹാമിനിൽ ഔലാദ്, മക്കളെ തൊട്ട് ഗർഭപാത്രം.
വൽ ബൈലി അനിൽ ഫർഹി, മുട്ടയെ തൊട്ട് ഫർഹ് പക്ഷി കുഞ്ഞിനെ തൊട്ട് മുട്ട വിളരുന്നത് പോലെ. വൽ ഖുലൂബി അനിൽ മആരിഫി, ഖുലൂബ് ഹൃദയം, അനിൽ മആരിഫി മാരിഫത്തായ കാര്യങ്ങളെ തൊട്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞത് ഫലക്ക് എന്ന് വെച്ചാൽ വൈദാ തഅമ്മൽതൽ ഖൽഖ്. അപ്പോൾ നീ സൃഷ്ടികളെ നീ ചിന്തിച്ചാൽ തബയ്യന ലക, നിനക്ക് വ്യക്തമാകും അന്ന അക്സറുഹു, അതിലധികവും ഇൻഖിലാബിൻ, ഇൻഖിലാബിനെ തൊട്ടാണെന്ന്. ബലിൽ ആദമു കാന്നഹു ലുൽമത്തൻ, പക്ഷേ ഇല്ലായ്മ എന്നുള്ളത് കാന്നഹു ലുൽമത്തൻ, അത് ഇരുട്ടാണ്. വന്നൂറു കാന്നഹുൽ വുജൂദ്, പ്രകാശം എന്നുള്ളത് ഉണ്മയാണ്. വസബത, സ്ഥിരപ്പെട്ടു അന്നഹു കാനല്ലാഹു ഫിൽ അസലി, അള്ളാഹു ആണ് അസലിൽ ഉണ്ടായിരുന്നത്. വലം യക്കുമൗ ഷൈഉൻ അൽബത്ത, അവനോടൊപ്പം തീരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫകാന്നഹു സുബ്ഹാനഹു വല്ലദീ ഫലഖ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് ലുലുമാത് ഫലഖ ബിഹാറ ലുലുമാതിൽ അദമി, ഇല്ലായ്മയുടെ ഇരുട്ടുന്ന ആ കടലിനെ അവൻ കീറിയത്. ബി അൻവായിൽ ഈജാദി, ഉണ്ടാക്കുന്നതിൻ്റെ പ്രകാശം കൊണ്ട്. വത്തക്വീനിൻ്റെയും നൂറുകളെ കൊണ്ട്. വല്ലിബദായി, മുൻമാതൃക കൂടാതെ സൃഷ്ടിക്കലും ഉണ്ടാക്കലും എന്ന പ്രകാശം കൊണ്ട് ഇല്ലായ്മയുടെ ഇരുട്ടിൻ്റെ സമുദ്രങ്ങളെ കീറിയവനാണ് അല്ലാഹു. ഫഹദാഹുൽ മുറാദ് മിനൽ ഫലഖി, അപ്പോൾ ഇതാണ് ഫലക്ക് കൊണ്ടുള്ള മുറാദ്. വഹാദ താബീൽ അക്ബർ മിൻ വുജൂഹിൻ, ഈ വ്യാഖ്യാനം പല മാർഗത്തിലൂടെയും ഏറ്റവും അടുത്തതാണ്. കാരണം അന്നഹു അഹദുവ, ഒന്നാമത്തെ എന്താ, ഉവ അന്നൽ മൗജൂദ ഇമ്മൽ ഖാലിഖ്, ഉള്ളത് ഒന്നുകിൽ ഖാലിഖ് സൃഷ്ടാവാണ്, വൈമൽ ഖൽഖു, അല്ലെങ്കിൽ ഒന്നുകിൽ സൃഷ്ടികളായിരിക്കും. അപ്പോൾ ഫൈദ ഫസ്സറൽ ഫലഖ ബിഹാദി തഫ്സീർ, ഈ തഫ്സീർ കൊണ്ട് നാം ഫലക്കിനെ വ്യാഖ്യാനിച്ചാൽ സാറക അന്നഹു, അപ്പോൾ അതായതുപോലെയുണ്ട്. ഖാല കുൽ, നബി അള്ളാഹ് പറഞ്ഞിട്ട് എന്താ, കുൽ അഊദു ബി റബ്ബി ജമീഇൽ മുംകിനാത്ത്, മുഴുവൻ ലോകത്തിൻ്റെയും റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലേ. വ മുക്കവ്വിനി കുല്ലിൽ മുഹദസാത്ത് വൽ മുബദ്ദഅാതി, പുതിയതായി ഉണ്ടായ എല്ലാ കാര്യത്തിനെയും ഉണ്ടാക്കിയവനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഫയക്കൂനു താലിമു ഫി ആളം, അപ്പോൾ അതിലുള്ള ആദരവ് ഏറ്റവും വണ്ണമായതാകും. വയക്കൂനു സുബു അഹദൽ ഉമൂരി ദാഖിലത്തി ഫി ഹാദൽ മാന, വയക്കൂനു സുബുഹാകും അഹദൽ ഉമൂരി ദാഖിലത്തി ഫി ഹാദൽ മാന, ഈ മാനയിൽ പ്രവേശിച്ച കാര്യങ്ങളിൽ ഒന്നാണ് സുബഹ് ആകുള്ളൂ. അപ്പോൾ സുബഹിൻ്റെ അർത്ഥം, സുബഹ് എന്നുള്ളത് ഇതിൽപ്പെട്ട ഒന്നേ ആകുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അർത്ഥപ്രകാരം പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നുണ്ട്. വസാനിഹ, ഇനി രണ്ടാമത്തത് അന്നകുല്ല മൗജൂദിൻ ഇമ്മ വാജിബൻ ലിദാത്തിഹി, രണ്ടാമത്തത് എന്താ, എല്ലാ വസ്തുക്കളും ഇമ്മ വാജിബൻ ലിദാത്തി, ഒന്നിന് ദാത്തിന് വേണ്ടി വാജിബാണ്, അത് മുംകിനൻ ലിദാത്തി, അല്ലെങ്കിൽ ദാത്തിന് വേണ്ടി മുംകിനാണ്, അതായത് ഉണ്ടാകാൻ നിർബന്ധമായതുണ്ട്, ഉണ്ടാകാൻ അനുവദനീയമായതുണ്ട്, അതായത് അള്ളാഹു, അതുപോലെ തന്നെ സൃഷ്ടികൾ. വൽ മുംകിനിൻ ലിദാത്തിഹി, മുംകിനും ലിദാത്തിഹി ആയത്, അതായത് മറ്റു സൃഷ്ടികളെല്ലാം യകൂനു മൗജൂദൻ ബി ഗൈരിഹി, അതെല്ലാം മറ്റൊരാളെ കൊണ്ടുണ്ടായതാണ്. മഅദൂമൻ ഫി ഹദ്ദി ദാത്തി, അത് ദാത്തിൽ അത് ഇല്ലാതിരുന്നു, അത് യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫൈദൻ കുല്ലു മുംകിൻ, അപ്പോൾ എല്ലാ വസ്തുക്കളും ഫലാ ബുദ്ദ ലഹു മിൻ മുഅസ്സിരിൻ, അതിനെ രൂപപ്പെടുത്തുന്ന ഒരാൾ വേണം. യുഅസ്സിറു ഫീഹി ഹാല ഹുദൂസിഹി വയുബ്ഖീഹി ഹാല ബഖായിഹി, ആ ഫലാ ബുദ്ദ ലഹു മിൻ മുഅസ്സിരിൻ, ഒരു ഫലം ചെയ്യിപ്പിക്കുന്ന ആൾ വേണം. യുഅസ്സിറു ഫീഹി ഹാല ഹുദൂസി, ഹുദൂസിൻ്റെ സമയത്ത് അതിനെ ഉണ്ടാക്കുകയും വയുബ്ഖീഹി ഹാല ബഖായിഹി, ശേഷിക്കുന്ന സമയത്ത് അതിനെ ബാക്കിയാക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടാതെ കഴിയുകയില്ല. ഫൈനൽ മുംകിന ഹാല ബഖായി യഫ്തഖിറു ഇലൽ മുഅസ്സിരി, അപ്പോൾ മുംകിൻ എന്ന് വെച്ചാൽ അത് ശേഷിക്കുന്ന സമയത്ത് യഫ്തഖിറു ഇലാ മുഅസ്സിരിൻ, ഒരു മുഅസ്സിറിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ലോകത്തുള്ള വസ്തുക്കൾ ശേഷിക്കണമെങ്കിൽ അതിന് ഉണ്ടാക്കിയ ഒരാൾ വേണം. വത്തർബിയത്തു ഇഷാറത്തുൻ ഇലാ ഹാലിൽ ഹുദൂസ്,
തർബിയത്ത് എന്നുള്ളത് പരിപാലിക്കുക എന്നുള്ള ഇഷാറത്തുൻ അതൊരു സൂചനയാണ്. ലാ ഇലാ ഹാലിൽ ഹുദൂസി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കല്ല, ബൽ ഇലാ ഹാലിൽ ബഖായി അത് ശേഷിക്കണ അവസ്ഥയിലേക്ക് ഒരു സൂചനയാണ്. അപ്പോൾ തർബിയത്ത് എന്നുള്ളത് തർബിയത്ത് പരിപാലിക്കണം, ഒരു വസ്തുവിനെ പരിപാലിച്ച് അതിങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിങ്ങനെ ശേഷിക്കണമെങ്കിൽ തർബിയത്ത് വേണം. ഫകഅന്നഹു യഖൂൽ അപ്പോൾ അള്ളാഹ് പറഞ്ഞതുപോലെയുണ്ട് ഇന്നക ലസ്ത മുഹ്താജൻ ഇലാ ഹാലിൽ ഹുദൂസി ഫഖത്ത് ബൽ ഫി ഹാലിൽ ഹുദൂസി വ ഹാലിൽ ബഖായി മഅൻ ഫി ദാത്തി വഫി ജമീ സിഫാത്തി. നീ മുഹ്താജല്ല ഇലാ ഹാലിൽ ഹുദൂസി ഫഖത്ത് നീ ഉണ്ടാകുന്ന സമയത്ത് മാത്രം നീ ആവശ്യമാക്കപ്പെട്ടവനല്ല. ബൽഫി ഹാലിൽ ഹുദൂസി വ ഹാലിൽ ബഖായി മാൻ ഒപ്പം അത് ശേഷിക്കുന്നതിലും ഉണ്ടാകുന്നതിലും ഒപ്പം എന്താണ് നീ ആവശ്യമായ ഫിദാത്തി തന്നെ നീ ആവശ്യമായവനാണ്. അഫി ജമിയ സിഫാത്തി മുഴുവൻ സിഫത്തുകളിലും ദാത്തിലും നീ ഒപ്പം ആവശ്യമായവനാണ്. ഫഖൗലുഹു അപ്പോൾ അള്ളാഹിൻ്റെ കൗല് ഫി റബ്ബിൽ ഫലഖ് എന്നുള്ളത് യദുല്ലു അല ഇഹ്തിജാജ് കുല്ലി മാ അദാഹു ഇലൈഹി ഹാലത്തൈൽ ഹുദൂസി വൽ ബഖായി ഫിൽ മാഹിയ വൽ വുജൂദി ബിഅസ്ബി ദവാത്തി വ സിഫാത്തി. അപ്പോൾ റബ്ബിൽ ഫലക്ക് എന്നുള്ളത് അറിയിക്കും അല ഇഹ്തിജാജ് കുല്ലി മാ അദാഹു അള്ളാഹ് അല്ലാത്തതെല്ലാം ആവശ്യമാണ് അവനിലേക്ക് ഹാലത്തിൽ ഹുദൂസി വൽ ബഖായി ബഖായിൻ്റെയും ഹുദൂസിൻ്റെയും രണ്ടവസ്ഥയിലും അത് ഉണ്ടാകുന്ന സമയത്തും അത് ശേഷിക്കുന്ന സമയത്തിലും ഫിൽ മാഹിയത്തിലും വൽ വുജൂദിലും ബി ഹസബി ദവാത്തി വ സിഫാത്തി അതിൻ്റെ സിഫത്തും അതിൻ്റെ ദാത്തിനെയൊക്കെ പരിഗണിക്കൽ കൊണ്ട് അത് മറ്റൊരാളിലേക്ക് ആവശ്യമായതാണെന്ന് അറിയിക്കുന്നുണ്ട്. വസിറു തൗഹീദി ലാ യസ്ഫു അൻ ശവായിബി ശിർക്ക് തൗഹീദിൻ്റെ രഹസ്യം അത് ലാ യസ്ഫു അത് തനിക്കൂല അൻ ഷിർക്കിൻ്റെ ശവായിബിനെ തൊട്ട് ഇല്ലാ ഇന്ദ മുഷാദത്തി ഹാദിൽ മാന ഈ മാന സാക്ഷ്യം വഹിക്കുന്ന സമയത്തല്ലാതെ ഷിർക്കിനെ തൊട്ട് തെളിയുകയില്ല, തൗഹീദിൻ്റെ രഹസ്യം തെളിയുകയില്ല. ഇനി സാലിസ മൂന്നാമത്തത് അന്ന തസ്വീറ വ തക്വീന ഫിൽ ഉൽമത്തി അസ്അബു മിൻഹു ഫിൻ നൂരി ഇരുട്ടിൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കലും രൂപപ്പെടുത്തലും പ്രകാശത്തിലുള്ളതിനേക്കാൾ പ്രയാസമാണ്, വെളിച്ചത്തിലുണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ഫകഅന്നഹു യഖൂൽ അപ്പോൾ അല്ലാഹ് പറയാണ് അനല്ലദി അഫ്അലു മാ അഫ്അലുഹു ഖബ്ല തുലൂഇൽ അൻവാരി ഞാൻ അഫ്അലു മാ അഫ്അലു ഞാൻ പ്രവർത്തിച്ചതൊക്കെ പ്രവർത്തിച്ചവനാണ് ഖബ്ല തുലൂഇൽ അൻവാരി വ ളുഹൂറിൽ അദ്വായി പ്രകാശങ്ങളും അതുപോലെ തന്നെ വെളിച്ചങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ ഉണ്ടാക്കിയവനാണ്. അപ്പോൾ മിസ്ലു ദാലിക മിമ്മാലായ തഅദ്ദ ഇല്ലാ ബിൽ ഇൽമി താമി ഇതുപോലത്തത് മിമ്മാലായ തഅദ്ദ ഇല്ലാ ബിൽ ഇൽമി താമി പരിപൂർണ അറിവ് കൊണ്ടല്ലാതെ സൗകര്യമാകൂല ഈ കാര്യങ്ങൾ. വൽ ഹിക്മത്തിൽ ബാലിഗ ഹിക്മതന്ത്രം കൊണ്ടല്ലാതെ കഴിയൂല. വൈലയിൽ ഇഷാറത്തു അപ്പോൾ അതിലേക്ക് സൂചന ഉണ്ട്. ബി കൗലി അള്ളാഹിൻ്റെ കൗല് കൊണ്ട് അള്ളാഹ് സൂചിപ്പിച്ചു ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം നിങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് രൂപപ്പെടുത്തിയവനാണ് അള്ളാഹു, അവന് എങ്ങനെ ഉദ്ദേശിച്ച പോലെ. ഇനി അൽ കൗലു സാലിസ് മൂന്നാമത്തെ കൗല് അന്നഹു വാദിൻ ഫി ജഹന്ന അത് മറ്റൊരു കൗല് ഫലക്കിനെ പറ്റി ഫി അന്നഹു വാദിൻ ഫി ജഹന്നം അത് നരകത്തിലുള്ള ഒരു ചെരിവാണ്. ഔ ജുബ്ബൻ ഫിയ നരകത്തിലൊരു ഒരു കുഴിയാണ്. അത് മിൻ കൗലിഹിം ലമ്മത് മാനന്ന മിനൽ അർളി മിൻ കൗലിഹിം അൽ ഫലഖു വൽ ജമു ഖുൽഫാനുൻ ഔ ജുബ്ബൻ ഫിഹ മിൻ കൗലിഹിം ലിമത് മാനന്ന മിനൽ അർളി ഭൂമിയിൽ നിന്ന് എന്താണ് മുത്തുമഇന്നായതിനു വേണ്ടി അൽ ഫലഖു വൽ ജംഉ ഫുൽഖാൻ ഫലഖ് മിനൽ അർളി അൽ ഫലഖ് എന്ന് പറയാറുണ്ട്. വൽ ജംഉ ഫുൽഖാൻ ഫലഖിന് ഫുൽഖാൻ എന്ന ജമ്മു പറയാറുട്ടോ, അതിൻ്റെ ബഹുവചനം അങ്ങനെയാണ്. വാൻ ബാദ് സഹാബ ചിലർ സഹാബത്തിനെ തൊട്ടുണ്ട് അന്നഹു ഖദിമ ഷാം അദ്ദേഹം ഷാമിൽ മുന്നിട്ടു. ഫറആ ദുവറ അഹ്ലി ദിമ്മത്തിൻ്റെ അഹ്ലുകാരുടെ വീടുകൾ കണ്ടു. വമാഹും ബി മിൻ ഹിസ്ബി ഐഷ് ജീവിതത്തിൻ്റെ ഒരു
ഹിസ്ബും അവിടെ കാണുന്നില്ല, ഒരു ചായവും കാണുന്നില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു ലാ ഉബാലി അലൈസ മിൻ വറായിം അൽ ഫലഖു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇവർക്ക് പ്രഭാതമില്ലേ, ഇതിന് ശേഷം അവർക്ക് പ്രഭാതമില്ല, ഫലക്കില്ലേ. ഫഖീല വമൽ ഫലഖു, അപ്പോൾ ചോദിക്കപ്പെട്ടു എന്താ ഫലക്ക്. ഖാല ബൈത്തം ഫി ജഹന്നം, നരകത്തിലെ വീടാണ്. ഇദാ ഫുത്തിഹ, അതിനെ തുറന്നാൽ സാഹ ജമീഉ അഹ്ലിൻ നാരി മിൻ ഷിദ്ദത്തി ഹരി, അത് തുറന്നാൽ നരകക്കാർ മുഴുവനും അട്ടഹസിക്കും. മിൻ ഷിദ്ദത്തി ഹരി, അതിൻ്റെ ശക്തിയായ ചൂട് കാരണം. വൈനമാ ഹസൗബി ദിക്രി ഹാവുന, അപ്പോൾ അത് ഇവിടെ പ്രത്യേകം പറയാൻ കാരണം, ഫലക്ക് എന്ന നരകത്തെ പ്രത്യേകം പറയാൻ കാരണം ജന്നഹു ഹുവൽ ഖാദിറു അലാ മിസ്ലി ഹാദ തഅദീബിൽ അദീമിൽ ഖാരിജി അൻ അദി ഔഹാമിൽ ഖൽഖി. അതെന്തിനു വേണ്ടില്ല, അന്നഹു ഹുവൽ ഖാദിറു, അല്ല കഴിവുള്ളവനാണ്, അലാ മിസ്ലി ഹാദ തഅദീബിൽ അദീമി, ഈ വലിയ ശിക്ഷ പോലോത്തതിന്, അൽ ഖാരിജി അൻ ഹദ്ദിൽ ഔഹാമിൽ ഖൽഖി, സൃഷ്ടികളുടെ ഊഹത്തിൻ്റെ അതിർത്തിയെയും വിട്ടുകടക്കുന്ന വലിയ ശിക്ഷ ശിക്ഷിക്കാൻ അല്ല കഴിയുന്നവനാണ് എന്നതിന് വേണ്ടിയിട്ട്, കഴിവുള്ളവനാണ് എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനെ പ്രത്യേകം പറഞ്ഞത്. സുമ്മക്കത് സബത്ത, പിന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്ന റഹ്മത്തഹു അളവും വാക്കിമൽ വാത്തമിൻ അദാബിഹി, അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ ശിക്ഷയെക്കാളും അവൻ്റെ കാരുണ്യമാണ് ഏറ്റവും വലുത്. ഫകാനോ യഖുൽ, അപ്പോൾ അള്ളാഹ് പറയുന്നത് പോലെയുണ്ട് യാ സാഹിബൽ അദാബി ഷദീദി, ശക്തിയായ ശിക്ഷയുടെ ഉടമസ്ഥ, അഊദു ബി റഹ്മത്തിക, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലത്തി ഹുവ അഅ്ലമു, അതാണ് വണ്ണമായത്, വാക്കുമലു, അതാണ് പരിപൂർണം, വാത്തമു, അതാണ് പൂർണ്ണമായത്, വാസ്ബഖു, അതാണ് ഏറ്റവും മുൻകടന്നത്, വാഖദമു, അതാണ് ഏറ്റവും അല്ലേ, മിൻ അദാബിക, നിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.